ശ്യാമപുരി സീരിയലിന്റെ പുതിയ എപ്പിസോഡില് ഐശ്വര്യയുടെ പണം തരാം, പക്ഷേ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടണമെന്ന് പറയാ. ഇത് കേൾക്കുന്ന ഐശ്വര്യ ആകെ ഞെട്ടും. ആദ്യം സമ്മതിക്കുന്നില്ലെങ്കിലും പിന്നെ പൈസയുടെ എമൗണ്ട്, അതായത് 50 ലക്ഷം എന്നുള്ളത് 75 ലക്ഷം രൂപയായിട്ട് തന്നാലേ ഒപ്പിട്ട് തരാന്ന് സമ്മതിക്കാണ്. അപ്പൊ ശ്യാമ സമ്മതിക്കുന്നില്ല. എന്റെ ശ്യാമേ, ഇതെന്റെ ജീവിതം വെച്ചുള്ള കളിയാ. ഡിവോഴ്സ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല. പിന്നെ എനിക്ക് ജീവിക്കണ്ടേ? പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും ശ്യാമേ? ഞാനൊരു പെണ്ണല്ലേ, എനിക്കും ആവശ്യങ്ങൾ ഉണ്ടാവില്ലേ? 75 ലക്ഷം രൂപ ശ്യാമ എനിക്ക് തന്ന ഉറപ്പാ ഞാൻ ആ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടാം. ഇത് കേൾക്കുമ്പോ ശ്യാമയ്ക്ക് അങ്ങ് വിശ്വാസാവുന്നില്ല. ഐശ്വര്യ പറയും, സമ്മതിക്ക് ശ്യാമേ, ആലോചിക്കാനൊന്നുമില്ല. അപ്പൊ ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നത് അരുണേട്ടന്റെയും അശ്വതി ചേച്ചിയുടെയും ജീവിതം എനിക്ക് വലുത്, ശ്രീകുട്ടിയുടെ സന്തോഷാ വലുത്. ഇങ്ങനെ ആലോചിക്കുമ്പോ ഐശ്വര്യ പറയും, അങ്ങോട്ട് സമ്മതിക്ക് ശ്യാമേ. ശ്യാമ പറയും, ശരി, സമ്മതിച്ചിരിക്കുന്നു. വാക്കാണല്ലോ. ശ്യാമ പറയും, ഞാൻ വാക്ക് പറഞ്ഞ വാക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമ അവിടുന്ന് പോവാ. ഒരു രക്ഷയെ പോലെ ഇങ്ങനെ നിൽക്കാണ് ഐശ്വര്യ. ശേഷം പിന്നീട് കാണിക്കുന്നത് ശ്യാമയും ഐശ്വര്യയും കൂടെ ഒരു വക്കീലിന്റെ അടുത്ത് വന്നിരിക്കുക. ഇരിക്കൂ. ഒടുവിലെ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടാന്ന് ഐശ്വര്യ സമ്മതിച്ചല്ലേ? എന്താ ഞാൻ ചോദിച്ചതിന് ഐശ്വര്യ മറുപടി ഒന്നും പറഞ്ഞില്ല. ഐശ്വര്യ ഒന്ന് ആലോചിച്ചിട്ട് പറയും, ഒപ്പിടാം. ഡിവോഴ്സിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നതല്ല, എന്നാൽ ഒരു കുടുംബബന്ധത്തില് രണ്ടാളും തമ്മിൽ യാതൊരു വിധത്തിലും ഒത്തുപോകുന്നില്ല എന്നുണ്ടെങ്കിൽ മാന്യമായി പിരിഞ്ഞു പോകുന്നത് തന്നെയാ നല്ലത്. അപ്പൊ ഐശ്വര്യ പറയും, എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, എന്റെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി. ഇത് നിൽക്കുന്ന വക്കീലും മനസ്സിലായില്ല. സാറിന് ഫോൺ വിളിച്ചപ്പോ വിവരങ്ങളൊക്കെ ശ്യാമ പറഞ്ഞില്ലേ? എനിക്ക് ഒരു 75 ലക്ഷം രൂപയുടെ അത്യാവശ്യമുണ്ട്, അതാണ്. ഇത് കേൾക്കുന്ന വക്കീലും, അപ്പൊ പണത്തിന് വേണ്ടിയിട്ടാണോ ഈ വിവാഹ ബന്ധം വേണ്ടാന്ന് വെക്കുന്നത്? ഐശ്വര്യ പറയും, സത്യത്തിൽ അത് തന്നെയാ കാരണം. ഞാനിതിനെ സമ്മതിക്കാതെ ശ്യാമ 75 ലക്ഷം രൂപ തരില്ലല്ലോ. വക്കീലും, അപ്പൊ ഐശ്വര്യക്ക് ഇപ്പോഴും അരുണിനോടൊപ്പം ജീവിക്കണം എന്ന് തന്നെയാ ആഗ്രഹം അല്ലേ? ഐശ്വര്യ പറയും, അതെ. അപ്പോഴേക്ക് ശ്യാമ പറയും, ഇങ്ങനെ സന്ദർഭത്തിനനുസരിച്ച് വാക്കു മാറാനാണെങ്കിൽ എനിക്ക് പറ്റില്ല സർ, ഞാൻ 75 ലക്ഷം രൂപ കൊടുക്കില്ല എന്ന് പറഞ്ഞ് ശ്യാമ എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോഴേക്കും, അയ്യോ ശ്യാമ, അങ്ങനെ പറയല്ലേ, ഒരു വാക്കുമാറ്റവും ഇല്ല, എനിക്ക് സമ്മതാ, 100 വട്ടം സമ്മതാ. ഡിവോഴ്സ് പെറ്റീഷൻ എടുക്ക്, ഞാൻ എവിടെ സൈൻ ചെയ്യേണ്ടത് പറ വക്കീലേ. ശ്യാമ പറയും, പറഞ്ഞ വാക്ക് ഞാനും മാറില്ല, 75 ലക്ഷം രൂപ കൊടുക്കാൻ ഞാൻ റെഡിയാണ്. വക്കീൽ പറയും, 75 ലക്ഷം ഐശ്വര്യയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, അതാ സേഫ്. ശ്യാമ പറയും, യെസ്, അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഐശ്വര്യ പറയും, വക്കീലേ, ശ്യാമ വാക്ക് പറഞ്ഞ വാക്കാ, എനിക്കാ പേടിയൊന്നുമില്ല, രൂപ ഉറപ്പായിട്ട് ശ്യാമ തരും. എവിടെയാ ഞാൻ സൈൻ ചെയ്യേണ്ടത് പറയൂ. അങ്ങനെ വക്കീലെ ഡിവോഴ്സ് പെറ്റീഷൻ പേപ്പർ എടുക്ക, ദാ ഇവിടെ. അങ്ങനെ അതിലെ പേപ്പേഴ്സിലൊക്കെ ഐശ്വര്യ സൈൻ ചെയ്യാ. ശ്യാമ ദൈവത്തോട് നന്ദി പറയുന്നുണ്ട്. വക്കീൽ പറയും, ഓക്കെ, അപ്പൊ ഇനി കോടതിയിൽ കാണാം, യാതൊരു പ്രശ്നവും ഇല്ലാതെ ഡിവോഴ്സ് നടക്കും. ശ്യാമ പറയും, ഓക്കെ സാർ, ക്യാഷ് ഞാൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തോളാം. ഓക്കെ. ശ്യാമ പറയും, താങ്ക് യു. ഐശ്വര്യ ഇങ്ങനെ എന്തോ പ്ലാൻ ചെയ്ത പോലെ ഇരിക്കുക. ശേഷം പിന്നീട് അവിടുന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കുന്നത് ഐശ്വര്യയുടെ മമ്മി പറയും, ഐശ്വര്യ, നീ കാണിച്ചത് ഏറ്റവും വലിയ മണ്ടത്തരാണെന്ന് ഞാൻ പറയൂ. ആ ഡിവോഴ്സ് പെറ്റീഷനിലെ ഒരിക്കലും നീ ഒപ്പിട്ട് കൊടുക്കരുതായിരുന്നു. ആ ശ്യാമയുടെ അതിബുദ്ധി ഇതെല്ലാം ആയിരിക്കാം, പക്ഷേ ആ ജയേഷിന് കൊടുക്കാനുള്ള 30 ലക്ഷം, പിന്നെ മമ്മിയുടെ എക്സ്ട്രാ 20 ലക്ഷം, ഇതൊക്കെ ഞാൻ എവിടുന്ന് സംഘടിപ്പിക്കാനാ? മമ്മി പറയും, കാര്യങ്ങളൊക്കെ ശരിയാ, പക്ഷേ അരുണുമായിട്ടുള്ള ഡിവോഴ്സ് നടന്നാൽ നിന്റെ ഗതി എന്താവും? പിന്നെ എങ്ങനെ നീ ഇത്രയും ഗെറ്റപ്പിൽ ജീവിക്കും? അത് നീ ഓർത്തിട്ടുണ്ടോ? എന്റെ മമ്മി, അതിനെല്ലാം വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തു എന്ന് കരുതിയിട്ട് ഇന്നോ നാളെയോ ഡിവോഴ്സ് നടക്കില്ലല്ലോ. കോടതിയിൽ അരുണിനോട് ഒരു വലിയ തുക ഞാൻ ചോദിക്കും. എനിക്കും മമ്മിക്കും 2 തലമുറ അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ള അത്രയും പൈസ. പിന്നെ ഡിവോഴ്സ് കഴിഞ്ഞാലും അരുൺ അശ്വതിയോടൊപ്പം സുഖിച്ച് കഴിയില്ല, അശ്വതി ജയേഷിനോടൊപ്പം ജീവിക്കും. അതിനുള്ള വഴിയൊക്കെ ഞാനും ജയേഷും കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് വേണ്ടത് മണി പവറാ, അത് ഞാൻ നേടിയെടുക്കും. ആനന്ദ നിലയത്തുനിന്ന് തന്നെ ഞാൻ എല്ലാം നേടി അവിടെ നിന്ന് ഇറങ്ങുന്ന നിമിഷം ആ കുടുംബത്തിലെ എല്ലാവരുടെയും തകർച്ച ഉറപ്പാ. അതിനുള്ളൊരു പ്ലാനിങ്ങിലാണ് ഞാൻ. എന്റെ പ്രതികാരം അത് എന്നൊക്കെ ഇങ്ങനെ പറയാ. ശേഷം കാണിക്കുന്നത് ആനന്ദ നിലയത്തിലെ അശ്വതിയാണ്. അശ്വതി ഇങ്ങനെ കരഞ്ഞു നിൽക്കുമ്പോ ഇത് കണ്ട് ശ്യാമ വരിക. എന്താ ഇങ്ങനെ കരഞ്ഞു നിൽക്കുന്നേ? എന്തു പറ്റി? അത് നിന്നെ ഓർത്ത ശ്യാമേ, നീ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ത്യാഗം ചെയ്യേണ്ടിയിരുന്നില്ല. മനുഷ്യരെക്കാളും വലുതല്ലല്ലോ ചേച്ചി ക്യാഷ്. എന്റെ അരുണേട്ടനും അശ്വതി ചേച്ചിക്കും എന്റെ ശ്രീകുട്ടി മോൾക്കും വേണ്ടി ഞാൻ ഇതെങ്കിലും ചെയ്യണ്ടേ? നിങ്ങൾ 3 പേരും അത്രയ്ക്ക് വേദനിച്ചതല്ലേ? ഇനിയെങ്കിലും നല്ല ജീവിതം ഉണ്ടാവണ്ടേ? ശ്യാമയുടെ സ്നേഹത്തിന് എത്ര ജന്മം കൊണ്ടാ എനിക്ക് പകരം ചെയ്യാൻ പറ്റുക? ഒരിക്കലും അതിന് പറ്റില്ലെന്നാ തോന്നുന്നത്. ശ്യാമ പറയും, ഒന്നും വേണ്ട ചേച്ചി, നിങ്ങൾ 3 പേരും സന്തോഷത്തോടു കൂടി കഴിഞ്ഞാൽ മതി. അശ്വതി പറയും, പക്ഷെ ശ്യാമേ, നീ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് സമ്പാദിച്ചതാ 75 ലക്ഷം രൂപ, അത് ഇങ്ങനെ നഷ്ടപ്പെടുത്തേണ്ടിയിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, സ്നേഹം, സന്തോഷം ഇതിനേക്കാളും വലുതായിട്ട് ഉള്ള ഒന്നല്ല ക്യാഷ് എന്ന് പറയുന്നത്. എല്ലാം എന്റെ കണ്ണന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതാ. ഇനി എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും കണ്ണൻ അനുഗ്രഹിച്ച് തന്നിരിക്കുന്ന ആ പൈസ ഞാനൊരു നല്ല കാര്യത്തിനാ ചെയ്തിരിക്കുന്നത്. എന്റെ കണ്ണൻ എന്നെ മനസ്സിലാവും, അത് മതി എനിക്ക്. ചേച്ചി ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, ഇതൊന്നും ഒരു ത്യാഗമായിട്ടും കരുതണ്ട. എന്റെ കൃഷ്ണന്റെ ആഗ്രഹം അത് ഞാൻ നടപ്പാക്കി, അങ്ങനെ കരുതിയാൽ മതി എന്ന് പറഞ്ഞ് ശ്യാമ അവിടുന്ന് പോവാ.
അശ്വതി വിചാരിക്കും, പാവം കുട്ടി എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ റൂമിലിങ്ങനെ നിൽക്കുമ്പോ വിചാരിക്കും, അരുണിനെ കണ്ടില്ലല്ലോ, എന്നോട് പിണക്കാവും, ഷോപ്പിങ്ങിന് 2 ഡയലോഗ് പറയാം, താനെ ശരിയായിക്കോളും എന്ന് പറഞ്ഞു നിൽക്കുമ്പോ അരുൺ ഉണ്ടാവും വരുന്നേ. ഹായ് അരുൺ. അരുൺ വന്നല്ലോ. എത്ര സമയമായി അരുൺ വരും വരുന്ന കരുതി കാത്തിരിക്കുന്നു. അരുൺ എന്നെ എത്ര വെറുക്കാൻ ശ്രമിക്കുന്നു അതിന്റെ ഇരട്ടിയായിട്ട് ഞാൻ അരുണിനെ സ്നേഹിക്കാൻ നോക്കും. അതാ യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. സത്യത്തിൽ എന്റെ സ്നേഹം അരുൺ തിരിച്ചറിയാഞ്ഞിട്ടാ. ശരിക്കും ചെറിയ കുഞ്ഞുങ്ങളുടെ മനസ്സെനിക്ക്. എനിക്കറിയാം അരുണിന് ദേഷ്യാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിർത്തി. അരുണിന്റെ മുഖം കണ്ട് ശരിക്കും ഞാനാ തെറ്റിദ്ധരിച്ചത്. അരുൺ റൂമിൽ തന്നെ കിടക്കാൻ വന്നതല്ലേ? കിടന്നോ, ഞാനിനൊന്നും സംസാരിക്കുന്നില്ല, സമാധാനത്തോടെ കിടന്നോ, ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാം. അരുൺ ഷേ എന്ന് പറഞ്ഞ് അവിടുന്ന് ഒരു പില്ലോ എടുത്ത് പോകാൻ തുടങ്ങുമ്പോ ഐശ്വര്യക്കും, എവിടെ പോവാ? ഇനി നമ്മുടെ ഡിവോഴ്സിന് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഞാൻ എന്റെ സമ്മതത്തോടു കൂടി ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടുകയും ചെയ്തു. എന്തായാലും നമ്മൾ പിരിയും. നമുക്ക് നല്ല സുഹൃത്തുക്കളായിട്ട് പിരിയാം, അതല്ലേ നല്ലത്. അരുൺ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോ, അരുൺ എന്തെങ്കിലും ഒന്ന് പറ, എന്നെ വഴക്കെങ്കിലും പറ, എനിക്ക് കുറച്ചെങ്കിലും സമാധാനം കിട്ടട്ടെ. അരുൺ ഇന്ന് ഇവിടെ കിടക്കണം, ഈ ബെഡിൽ കിടക്കണം എന്ന് എനിക്ക് വാശിയാ. അരുൺ അപ്പോഴും അവിടെ നിന്ന് ഇറങ്ങി പോകാൻ തുടക്കുമ്പോ ഐശ്വര്യ കയറി പിടിച്ചു നിർത്താ. നിക്ക്, ഇന്ന് നമ്മുടെ ബെഡിൽ കിടന്നാ മതി, അരുൺ പോവരുത് എന്ന് പറഞ്ഞ് പിടിച്ചു വെക്കുമ്പോ ആ കൈ തട്ടി മാറ്റിയിട്ട് അരുൺ പറയും, ദേ മാറി നിന്നോ എന്ന് വിരൽ ചൂണ്ടി പറഞ്ഞതിന് ശേഷം അരുൺ പോവാ. എന്നിങ്ങനെ മുറിക്ക് പുറത്തരുൺ. മനസ്സിലായി അശ്വതി താഴെ റൂമില്. അത് ഞാൻ സമ്മതിക്കില്ല. ഒരു കാര്യം ഉറപ്പാ, ഇത് അവർ രണ്ടുപേരും കൂടി ചേർന്ന് നടത്തിയ പ്ലാന്. കുറച്ചു കഴിയുമ്പോ അരുൺ അശ്വതിയുടെ റൂമിൽ പോവാനുള്ള പ്ലാനാ. ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതാ. അതിനുശേഷം പിന്നീട് ശ്യാമ അഖിയോട് പറയും, മാപ്പ് സാർ. മാപ്പോ? അതും ശ്യാമ എന്നോടോ? എന്തിന്? സാറിനോടൊരു വാക്കുപോലും ചോദിക്കാതെയാ ഐശ്വര്യ അടുത്തേക്ക് ഞാൻ അക്കൗണ്ടിൽ നിന്ന് ഇത്രയും പൈസ കൊടുത്തത്. സത്യത്തിൽ അത് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു. സാറിനോട് കൂടി ആലോചിക്കാൻ നിന്നാലേ ഐശ്വര്യയുടെ മനസ്സ് മാറിയാലോ എന്ന് കരുതിയാ. അത് നന്നായിന്നേ ഞാൻ പറയൂ. നല്ലൊരു കാര്യാ ശ്യാമ ചെയ്തത്. ഏറ്റവും നല്ലൊരു കാര്യത്തിനാ ശ്യാമ ആ പൈസ കൊടുത്തത്. എന്തായാലും ഡിവോഴ്സ് പെറ്റീഷനില് ഒപ്പിട്ടല്ലോ, അത് തന്നെ മഹാഭാഗ്യം. ശ്യാമ കൊടുത്ത ക്യാഷ് വെറുതെ ആയില്ല. അരുണേട്ടന്റെയും അശ്വതി ചേച്ചിയുടെയും ശ്രീകുട്ടിയുടെയൊക്കെ നല്ലതിനു വേണ്ടിയാ. മൊത്തത്തിൽ ഈ കുടുംബത്തിന്റെ സമാധാനത്തിന് വേണ്ടിയാ. അത് ഏറ്റവും ഉചിതമായെന്ന് ആരും പറയൂ. ഇനി എന്തായാലും ഐശ്വര്യത്തേക്ക് ഡിവോഴ്സ് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. പണത്തിനോടുള്ള ആർത്തി കൊണ്ട് വല്ലാത്തൊരു ട്രാപ്പിലാ വീണിരിക്കുന്നത്. ഇനി പിന്നീട് ആലോചിക്കുമ്പോ അത് അബദ്ധമായിന്ന് അവർക്ക് തോന്നും. അപ്പോഴാ പ്രശ്നം തുടങ്ങുന്നത്. ഇനി ശരിക്കും സൂക്ഷിക്കേണ്ടത് താനാ. എല്ലാത്തിന്റെയും ബുദ്ധി ശ്യാമയുടേതാണെന്ന് ഐശ്വര്യത്തേക്ക് നന്നായിട്ട് അറിയാം. ഇനി അവര് വെറുതെ ഇരിക്കില്ല. വയറ്റില് ഒരു കുഞ്ഞുകൂടി ഉള്ളതാ. കൂടുതൽ ശ്രദ്ധിക്കണം. ഐശ്വര്യത്തി ഇവിടെ തന്നെയുണ്ട്, അതാ ഏറ്റവും വലിയ പ്രശ്നം. ഡിവോഴ്സ് കിട്ടി ഐശ്വര്യത്തി വീട്ടിൽ നിന്ന് പോകുന്നത് വരെ ശ്യാമ സൂക്ഷിക്കണം, ശരിക്കും സൂക്ഷിക്കണം എന്ന് പറയുമ്പോഴും ശ്യാമയുടെ ഉള്ളിൽ നല്ല പേടിയുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ആദ്യം ഇങ്ങനെ ന്യൂസ് കാണാ. അമൃത അങ്ങോട്ട് വരും. ആദ്യമായിട്ടാ മോള് വിളിച്ചിരുന്നു, അച്ഛനെയും അമ്മേനെയും വല്ലാണ്ട് മിസ് ചെയ്യുന്നു പറഞ്ഞു. ആദ്യം അതിനെന്താ, നമുക്ക് ഈ വീക്ക് തന്നെ മോളെ കാണാൻ ബാംഗ്ലൂർക്ക് പോവാം. ഞാനും ഇന്നലെ മോളെ സ്വപ്നം കണ്ടു. അങ്ങനെ വാർത്ത കണ്ടോണ്ടിരിക്കുമ്പോ മോഷണത്തെ കുറിച്ചുള്ള വാർത്തയാണ് കൂടുതൽ കേൾക്കുന്നത്. ആദ്യമായിട്ടാ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഓരോന്ന് സംസാരിക്കാ. പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യയാണ്. അരുൺ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയതിന്റെ വലിയ ദേഷ്യത്തിലാ. പുറത്തേക്ക് വന്ന് നോക്കുമ്പോണ്ടാവും അരുണ് പില്ലോയും പിടിച്ച് അവിടെ ഫോൺ ചെയ്ത് നിൽക്കുന്നേ. ശേഷം മുകളിലേക്ക് കയറി പോവാ. ഐശ്വര്യക്ക് അങ്ങ് ദേഷ്യം വരും. എന്റെ സംശയം എന്ത് കറക്റ്റാ. എന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോ അരുൺ അവളെ കാണാൻ പോയി. ഇന്ന് ഈ വീട്ടിലെല്ലാവരുടെയും മുന്നിലെ അരുണും അശ്വതിയും റെഡിയാക്കി കൊടുക്കും ഞാൻ എന്ന് പറഞ്ഞ് മുകളിലെ റൂമിലേക്ക് പോവാ. ശേഷം അവിടുന്ന് ഒരു ബെഡ്ഷീറ്റ് എടുക്ക. അരുൺ നിന്നെ അശ്വതിയും ഇന്ന് കയ്യോടെ പൊക്കാൻ പോവാ എന്ന് പറഞ്ഞ് അതും എടുത്തുകൊണ്ട് തലവഴി മൂടി പതിയെ പമ്മി പോവാണ്. ഇത് താഴെയായിരുന്നു TV എണ്ണ അമൃത കാണുക. ഓൾറെഡി മോഷണം നടക്കുന്നതും അതിനെക്കുറിച്ചുള്ള ന്യൂസൊക്കെ കണ്ട് പേടിച്ചിരിക്കുകയാണല്ലോ അമൃത. അപ്പോഴായിരിക്കും മുകളിലൂടെ ബെഡ്ഷീറ്റ് തലയിൽ കൂടെ മൂടി പോകുന്നത് കാണുന്നത്. ആകെ പേടിക്കും. ആദ്യേട്ടാ അത് നോക്ക്. അത് കാണുമ്പോ പെട്ടെന്ന് ആദ്യം പറയും, അയ്യോ നമ്മളിപ്പോ TV കേട്ടതല്ലേ ഉള്ളൂ, അയ്യോ ആദ്യേട്ടാ എന്ന് പറഞ്ഞ അമൃതയും നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. പതിയെ രണ്ടാളും മുകളിലേക്ക് പോവാ. വെറും കൈയോടല്ലേ പോകുന്നത്, ഒരു കട്ടിയുള്ള മരക്കഷ്ണം എടുത്താ പോകുന്നേ. മോളെ എന്താണ്? ഐശ്വര്യ അപ്പോഴേക്കും പതിയെ അശ്വതിയുടെ റൂമിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതേ സമയം ഇവര് മുകളിലേക്ക് വരികയാണല്ലോ. ആ റൂമിന്റെ അടുത്ത് എത്തരും. ചെല്ലാദ്യേട്ടാ എന്ന് പറഞ്ഞ ആ മുളക്കഷ്ണം കൊടുക്ക. ആദ്യം അത് വാങ്ങിച്ച് തലങ്ങും വിലങ്ങും തല്ലാണ്. ഐശ്വര്യ മുഖം മാറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് മനസ്സിലായിട്ടുമില്ല. ഇവർ നന്നായിട്ട് തല്ലുന്നുണ്ട്. വടി താഴേക്ക് വീഴുമ്പോ അമൃത അതെടുത്ത് അമൃതയെ നന്നായിട്ട് തല്ല. അപ്പോഴേക്ക് ശബ്ദം കേട്ട് ശ്യാമ മുകളിലേക്ക് വരിക. എന്താ, ആരാ ഇത്? അപ്പോഴേക്ക് ഇവര് ആ പുതപ്പ് മാറ്റാൻ നോക്ക. ഐശ്വര്യക്ക് മാറ്റാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരുവിധം പുതപ്പ് മാറ്റുമ്പോ ഐശ്വര്യയെ കണ്ട് എല്ലാരും ഞെട്ടുക. ഐശ്വര്യാണെങ്കില് അടിയുടി വല്ലാതെ മാറിപ്പോയി. നല്ല തല്ലാണല്ലോ കിട്ടിയത്. ആദ്യം എന്താ ഇവിടെ? ശ്യാമൻ ചോദിക്കും, എന്താ
അശ്വതി ചേച്ചിയുടെ റൂമിന്റെ മുന്നിൽ നിന്ന്. അത് പിന്നെ വല്ലാത്ത പനി, കുറച്ച് ചൂടുവെള്ളം മേടിക്കാൻ വന്നതാ. ആദ്യക്കും ചൂടുവെള്ളം കിച്ചണിലല്ലേ, ഈ മുറിക്കകത്താണോ? അമൃതയ്ക്കും സത്യം പറ, ഇവിടെ എന്തായിരുന്നു നിന്റെ പ്ലാൻ? എന്ത് പ്ലാൻ? ആദ്യം പറയും സത്യം പറയാതെ നിന്നെ വിടില്ല. ഉറങ്ങിക്കിടന്ന അശ്വതിയെയും കുഞ്ഞിനെയും കൊല്ലാനല്ലേ നിന്റെ പ്ലാൻ? ഇത് കേൾക്കുമ്പോ ശ്യാമയ്ക്കും അങ്ങ് ദേഷ്യം വരും. സത്യം പറയണം. സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ ഇപ്പൊ പോലീസിനെ വിളിക്കും എന്നിങ്ങനെ പറയുന്നത് കാണിച്ചാ ഈ എപ്പിസോഡ് കഴിയുന്നത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്